മുത്തശ്ശൻ. എൻ്റെ ബാല്യത്തിൻ്റെ ദീപസ്തംഭം. എൻ്റെ ബാല്യത്തിൻ്റെ എല്ലാ നല്ല ഓർമ്മകളുടെയും നടുവിൽ ഒരാൾ നിൽക്കുന്നു, എൻ്റെ മുത്തശ്ശൻ. വീട്ടിലെ തറവാട്ടു വീട്ടിലെ വരാന്തയിൽ വെളിച്ചം പോലെ നിറഞ്ഞു നിന്ന ആ മനുഷ്യൻ ഇന്നും എൻ്റെ മനസ്സിൽ ജീവിക്കുന്നു. രാവിലെ സൂര്യൻ മുഴുവൻ പൊങ്ങി വരുന്നതിന് മുൻപ് തന്നെ മുത്തശ്ശൻ എഴുന്നേൽക്കും. കുളിച്ച് വെള്ളം മുണ്ടുടുത്ത് നെറ്റിയിൽ ചന്ദനക്കുറി വരച്ച് ഒരു ശാന്തമായ ഭാവത്തിൽ വരാന്തയിലിരിക്കും. കയ്യിൽ രുദ്രാക്ഷമാല, അധരങ്ങളിൽ രാമരാമ എന്ന ജപം. ആ ജപത്തിൻ്റെ മൃദുസ്വരം വീട്ടിലാകെ ഒരു ദൈവികത നിറയ്ക്കും. മുത്തശ്ശൻ ജപിക്കുമ്പോൾ ഞങ്ങൾ കുട്ടികൾ അകലെ നിന്ന് നോക്കി നിൽക്കും. അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണുന്ന സമാധാനം എത്ര പറഞ്ഞാലും മതിയാവില്ല. ആ ശാന്തതയായിരുന്നു വീടിൻ്റെ ആത്മാവ്. ജപം കഴിഞ്ഞാൽ മുത്തശ്ശൻ്റെ അടുത്ത ജോലി തൊടിയിലേക്കുള്ള യാത്ര. കയ്യിൽ ചെറിയ കുടം വെള്ളം. മാവിൻ ചോട്ടിലും ചക്കരമരത്തിൻ്റെ തെങ്ങ്, തുളസി ഓരോ ചെടിയോടും അദ്ദേഹം സംസാരിക്കും. അതുപോലെ വെള്ളം നനയ്ക്കും. ഇത് നന്നായി വളരണം, പഴം കൊടുക്കണം എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ തഴുകും. ചെടികൾക്കും ജീവനുണ്ടെന്ന് ആദ്യം പഠിപ്പിച്ചത് മുത്തശ്ശനാണ്. തൊടിയിലെ മണ്ണിൻ്റെ മണം, മുത്തശ്ശൻ്റെ കാൽപ്പാടുകൾ, ചെടികളിലെ വെള്ളത്തുള്ളികൾ, അവയൊക്കെ ഇന്നും എൻ്റെ ഓർമ്മകളിൽ തഴുകിക്കിടക്കുന്നു. വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ മുത്തശ്ശി അടുക്കളയിൽ തിരക്കിലായിരിക്കും. ചിലപ്പോൾ ചെറിയ കലഹം നടക്കും. എന്തിനാ ഇങ്ങനെ വൈകി? ഞാൻ ചെടികൾക്ക് വെള്ളം നനച്ചതല്ലേ. അതൊരു സ്നേഹകലഹം മാത്രം. കുറച്ചു നേരം കഴിഞ്ഞാൽ ഇരുവരും ഒത്തിരി സ്നേഹത്തോടെ സംസാരിക്കും. മുത്തശ്ശി ചായക്കപ്പ് കൊടുക്കുമ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഏറ്റുവാങ്ങും. ആ ചിരിയിൽ നിറഞ്ഞിരുന്നത് സ്നേഹവും കൂട്ടായ്മയും. മുത്തശ്ശൻ്റെ വലിയൊരു ഗുണം പറച്ചിൽ. സന്ധ്യാകാലത്ത് ഞങ്ങളെ ചുറ്റുമിരുത്തിയ കഥകൾ തുടങ്ങും. രാമായണം, മഹാഭാരതം, നാട്ടുപുറത്തുകാരുടെ കഥകൾ, സ്വന്തം ബാല്യകാല അനുഭവങ്ങൾ എല്ലാം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നിറങ്ങുമ്പോൾ ജീവൻ പകരും. രാമൻ്റെ ധർമ്മം, ഭീഷ്മൻ്റെ വാക്ക്, കരുണയും ക്ഷമയും. അദ്ദേഹം പറഞ്ഞ കഥകൾ വെറും വിനോദമല്ല, ജീവിത പാഠങ്ങളായിരുന്നു. നല്ലവനായി ജീവിക്കണം എന്നൊരു വാക്ക് പലവട്ടം പറയും. ഒരിക്കൽ ഞാൻ ചോദിച്ചു, മുത്തശ്ശ, അങ്ങേക്ക് ഒരിക്കലും കോപിക്കാറില്ലേ? അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കോപം വന്നാൽ രാമനാമം ജപിക്കണം, കോപം ഒടുങ്ങും. ആ ഉപദേശം എത്ര സത്യമായിരുന്നു. ഉച്ചതിരിഞ്ഞ് പായമേൽ കിടന്ന് വിശ്രമിക്കുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കും. കയ്യിൽ ചന്ദനത്തിൻ്റെ മണം. നെഞ്ചിൽ തലവെച്ചാൽ ഒരു സുരക്ഷിതത്വം. ലോകത്തിലെ എല്ലാ ഭയങ്ങളും അവിടെ തീരും. വീട്ടിൽ ആരെങ്കിലും വിഷമിച്ചാൽ ആദ്യം സമീപിക്കുന്നത് മുത്തശ്ശനെയായിരുന്നു. അദ്ദേഹം ശാന്തമായി കേൾക്കും, ഉപദേശം നൽകും. ഒരു ന്യായാധിപൻ പോലെയല്ല, ഒരു സുഹൃത്ത് പോലെ. പെരുന്നാളുകളിലും ദിവസങ്ങളിലും മുത്തശ്ശൻ വളരെ സന്തോഷവാനായിരുന്നു. വീട് മുഴുവൻ ശുചിയാക്കി പൂജയ്ക്കായി ഒരുക്കങ്ങൾ നടത്തി ഞങ്ങൾക്കായി ചെറിയ മിഠായികൾ വാങ്ങി തരാറുണ്ടായിരുന്നു. കാലം മാറി, ഞങ്ങൾ വളർന്നു. ജീവിതം ഓരോരുത്തരെയും വേറെ വഴികളിലേക്ക് കൊണ്ടുപോയി. പക്ഷെ ഇന്നും രാവിലെ ആരെങ്കിലും രാമ എന്ന് ജപിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മുത്തശ്ശൻ തെളിയും. വെള്ളമുണ്ട്, നെറ്റിയിലെ ചന്ദനക്കുറി, തൊടിയിലെ ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്ന കൈകൾ, സ്നേഹത്തോടെ കലഹിക്കുന്ന ഭർത്താവ്, കുട്ടികൾക്ക് കഥ പറയുന്ന സ്നേഹനിധി. അതാണ് എൻ്റെ മുത്തശ്ശൻ. അദ്ദേഹം പഠിപ്പിച്ച ജീവിത പാഠങ്ങൾ ഇന്നും എൻ്റെ വഴികാട്ടിയാണ്. സാധുത, ശാന്തത, സ്നേഹം, ഈ 3 വാക്കുകളിൽ ഒതുങ്ങുന്ന മഹത്തായ മനുഷ്യൻ മുത്തശ്ശൻ. ഇനി ശാരീരികമായി ഇല്ലെങ്കിലും അദ്ദേഹം നൽകിയ സ്നേഹവും ഇന്നും എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്നു. രാമനാമത്തിൻ്റെ മൃദുസ്വരം പോലെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും എൻ്റെ ജീവിതത്തിൽ എന്നും മുഴങ്ങിക്കൊണ്ടിരിക്കും. എൻ്റെ ബാല്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ അധ്യായം.